ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന മറ്റൊരുവനുണ്ട്. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തു സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. 5 വ്യത്യസ്തമായ സാക്ഷ്യങ്ങളാണ് സുവിശേഷത്തിൽ ഇന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി യേശുനാഥൻ തന്നെക്കുറിച്ച് തൻ്റേതല്ലാത്ത സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ എന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. മറ്റാരെയും പോലെ യേശുവിന് തന്നെക്കുറിച്ച് വെറുതെ അവകാശപ്പെട്ടാൽ പോരാ. അവൻ്റെ യഥാർത്ഥ സ്വത്വത്തിനും സ്വഭാവത്തിനും ബാഹ്യവും സ്വതന്ത്രവുമായ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഈ തത്വം ആവർത്തനം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ 2-3 സാക്ഷികളുടെ വില കർത്താവ് പറയുന്നുണ്ട്. താൻ ദൈവമാണെന്ന് യേശു മതനേതാക്കളോട് വിശദീകരിച്ചു. എന്നാൽ അവൻ്റെ സാക്ഷ്യം മാത്രം പോരാ. കർത്താവ് പറയും, എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരാളുണ്ട്. ഈ പറയുന്ന ഭാഗത്ത് താൻ പിതാവിന് തുല്യനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വസ്തരായ 3 സാക്ഷികളെ യേശു കൊണ്ടുവന്നു. തന്നെക്കുറിച്ച് താൻ പറഞ്ഞതിനപ്പുറം വിശ്വസിക്കാൻ അവർക്ക് കാരണം നൽകേണ്ടത് പ്രധാനമാണെന്ന് യേശു കണ്ടെത്തി. 2 സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. നിങ്ങൾ യോഹന്നാൻ്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഞാൻ മനുഷ്യനിൽ നിന്ന് സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞാനിത് പറയുന്നു. അവൻ ജ്വലിക്കുന്ന പ്രകാശിക്കുന്നതുമായ വിളക്കായിരുന്നു. ആ പ്രകാശത്തിൽ സന്തോഷിക്കാൻ നിങ്ങൾ തയ്യാറുമായിരുന്നു. യോഹന്നാൻ കത്തുന്നതും പ്രകാശിക്കുന്നതുമായ വിളക്കാണെന്ന് യേശു പറഞ്ഞു. അത് അദ്ദേഹത്തിനുള്ള തികഞ്ഞ ആദരവായിരുന്നു. ഒന്നാമതായി, ഒരു വിളക്ക് കടമെടുത്ത പ്രകാശം വഹിക്കുന്നു. അത് സ്വയം പ്രകാശിക്കുന്നില്ല. അതിലേക്ക് പകരപ്പെട്ട അഗ്നി അത് ജ്വലിച്ചെരിഞ്ഞ് പ്രകാശം നൽകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, സ്നാപക യോഹന്നാനിൽ ആത്മീയ ഊഷ്മളത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ്റേത് ബുദ്ധിയുടെ തണുത്ത സന്ദേശമല്ല, മറിച്ച് ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ കത്തുന്ന സന്ദേശമായിരുന്നു. മൂന്നാമതായി, സ്നാപകന് വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചത്തിൻ്റെ ധർമ്മം വഴികാട്ടിയാണ്. മാനസാന്തരത്തിലേക്കും ദൈവത്തിലേക്കുമുള്ള വഴിയിൽ യോഹന്നാൻ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചു. നാലാമതായി, വസ്തുക്കളുടെ സ്വഭാവത്തിൽ ഒരു വിളക്ക് സ്വയം കത്തുന്നു. പ്രകാശം നൽകുമ്പോൾ അത് സ്വയം ദഹിക്കുന്നു. യേശു വർദ്ധിച്ചപ്പോൾ യോഹന്നാൻ കുറയും. യഥാർത്ഥ സാക്ഷി ദൈവത്തിനു വേണ്ടി സ്വയം ദഹിപ്പിക്കുന്നു എന്ന് വില്യം ബാർക്ലേ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 3 യേശുവിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷ്യം. എന്നാൽ യോഹന്നാനേക്കാൾ വലിയ ഒരു സാക്ഷി എനിക്കുണ്ട്. പിതാവ് എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ടതിന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്നതിന് എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. സ്നാപകനേക്കാൾ വലിയ സാക്ഷ്യം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. യേശു തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും പ്രവൃത്തിയിലൂടെയുള്ള തൻ്റെ സാക്ഷ്യം ഏറ്റുപറയുക വഴി ലോകത്തോട് ബോധ്യപ്പെടുത്തുകയായിരുന്നു. 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നവനെ കിടക്കെടുത്ത് നടക്കുകയെന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തിയ യേശുവിൻ്റെ വചനത്തിന് ശേഷമാണ് കർത്താവ് ഇത് പറയുന്നത്. ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. യഹൂദർ കർത്താവിൽ അമാനുഷികത കണ്ടു. മിശിഹ എന്നതിൻ്റെ കണക്ക് കൂട്ടൽ അവരിൽ അതായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരുണയും അനുകമ്പയും എളിമയുമൊന്നും അവർക്ക് മിശിഹ അനുഭവങ്ങളായി കണക്കാക്കുവാൻ സാധിച്ചില്ല. 4 പിതാവിൻ്റെ സാക്ഷ്യം. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു കാലത്തും അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല. എന്നാൽ അവൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. കാരണം അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ഫലത്തിൽ എല്ലാ പ്രവൃത്തികളിലും വചനങ്ങളിലും പിതാവായ ദൈവം
യേശുവിനെ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യം അവർക്ക് സ്വീകരിക്കുവാൻ സാധിച്ചില്ല, കാരണം അവൻ്റെ വചനം അവരിൽ വസിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അഞ്ചാമതായി, തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. നിങ്ങൾ തിരുവെഴുത്തുകൾ അന്വേഷിക്കുന്നു, കാരണം അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ തിരുവെഴുത്തുകൾ തിരയുന്നു. സിദ്ധാന്തത്തിൽ യേശുവിൻ്റെ നാളിലെ മതനേതാക്കൾ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൻ്റെ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അവർ അവയെക്കുറിച്ച് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും നിരന്തരം ചിന്തിക്കുകയും ചെയ്തു. ശരിയായി ചിന്തിച്ച് നിത്യജീവൻ ദൈവത്തിൻ്റെ വെളിപാടിലൂടെ കണ്ടെത്തി. അവർ കത്തിനോട് മര്യാദയുള്ളവരും അന്ധവിശ്വാസപരമായ ബഹുമാനത്തോടെ അവ വായിക്കുകയും അവർ ചൂണ്ടിക്കാണിച്ച മഹത്തായ സത്യത്തിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാത്തവരുമായിരുന്നു. അവർ അത് വായിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാനല്ല, മറിച്ച് സ്വന്തം നിലപാടുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള വാദങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചില്ല, സ്വന്തം ആശയങ്ങളെ അവർ ഇഷ്ടപ്പെട്ടു. അവർ തിരുവെഴുത്തുകളുടെ സന്ദേശം പഠിക്കുവാൻ ശ്രമിക്കുന്നു. ഈ ആളുകൾ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള കഠിനമായ പര്യവേക്ഷണത്തിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു സൂചന ഒരിക്കലും കണ്ടെത്തിയില്ല എന്നതാണ് അവരുടെ ദുരന്തം. അതിനാൽ അവർക്ക് ക്രിസ്തുവിനെയോ ക്രിസ്തു സാക്ഷ്യങ്ങളെയോ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നാം സ്നേഹിക്കുമ്പോൾ ക്രിസ്തു സാക്ഷ്യങ്ങളെ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യാം. ക്രിസ്തു വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യമായ കത്തോലിക്ക സഭയോട്, ശ്ലൈഹിക പാരമ്പര്യങ്ങളോട്, കൂദാശകളോട്, തിരുവെഴുത്തുകളോട്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥങ്ങളോട് നമുക്ക് ചേർന്ന് നിന്ന് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത്ര നല്ല രക്ഷകനെ അറിഞ്ഞതാലേ, ഇത്ര നല്ല രക്ഷദാനം ലഭിച്ചതാലേ, ഇത്ര നല്ല രക്ഷകനെ അറിഞ്ഞതാലേ, ഇത്ര നല്ല രക്ഷദാനം ലഭിച്ചതാലേ, നിന്നഗാധമായ സ്നേഹമെന്നും ആഴമായതെന്നിലെന്നും മായതാലെന്നുമെൻ ഭാഗ്യമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. ഇത്രയിൽ എന്നെ സ്നേഹിച്ചിടുവാൻ എന്തു യോഗ്യത എന്നിൽ കണ്ടതാ. ഇല്ല എന്നും ഇല്ല എന്നിൽ യേശുവേ, നിൻ കരുണയും സ്നേഹവും മാത്രമേ. എൻ ചാരേ നീ വരുമോ, നിൻ മാറിൽ ഞാനണയും നേരമാനന്ദം നിറയും യേശുവേ. എൻ ചാരേ നീ വരുമോ, നിൻ മാറിൽ ഞാനണയും നേരമാനന്ദം നിറയും യേശുവേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ.
അറിഞ്ഞതല്ലോ അതെന്നും എൻ ഭാഗ്യമേ. നിന്നിൽ വസിച്ചിടുന്നതോ ഈ ജീവിതത്തിൽ പ്രത്യാശയേ. നിന്നെ അറിഞ്ഞതല്ലോ അതെന്നും എൻ ഭാഗ്യമേ. നിന്നിൽ വസിച്ചിടുന്നതോ എൻ ജീവിതത്തിൽ പ്രത്യാശയേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ